ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു. നമ്മുടെ ഹീറോ മാസ്റ്റർ എഡ്ജ് വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. പിന്നെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ സൈഡിൽ നിന്ന് ഒരു ഓയിൽ ലീക്കും അതുപോലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് വേരിയേഷനാണ് കാണിച്ചിരുന്നത്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ എൻജിൻ സൈഡ് ഓയിൽ ലീക്ക് കാണിച്ചത് ഈ ക്ലച്ചിൻ്റെ ഉള്ളത്തെ ഈ ഒരു ഓയിൽ സീൽ കംപ്ലൈൻ്റ് ആയിട്ട് അവിടെ നിന്നുള്ള ലീക്കായിരുന്ന ഇതിനാണ് ഫുള്ളായിട്ട് ഓയിൽ ലീക്കായിട്ട് വന്നിരുന്നത്. ആ ഓയിൽ സീലൊന്നും നമുക്ക് മാറ്റിയിട്ടുണ്ട് വരും. അപ്പോൾ ഈ ഓയിൽ ലീക്ക് വരാനുള്ള ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ക്രാങ്ക് യൂണിറ്റാണ്. ക്രാങ്ക് എഞ്ചിൻ്റെ ഒരു മെയിൻ പാർട്സാണ് ഇത്. ക്രാങ്ക് എന്ന് പറയും. ഇത് ഇവിടുത്തെ അലൈൻമെൻറ്റ് വ്യത്യാസം വന്നിട്ടാണ് ആ ഓയിൽ ലീക്ക് വന്നിരിക്കുന്നത്. ഈ അലൈൻമെൻറ്റ് വ്യത്യാസം കാരണം കൊണ്ട് തന്നെയാണ് നമുക്ക് അതിൻ്റെ സെൽഫ് അടിക്കുമ്പോൾ ഒരു സൗണ്ട് വേരിയേഷൻ കാണിക്കുന്നത് കേട്ടോ. നമുക്ക് ഇതിൻ്റെ അലൈൻമെൻറ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം പുറമേന്ന് നമുക്ക് അലൈൻമെൻറ്റ് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ. ഇത് ഫുള്ളായിട്ട് ക്ലിയറായിട്ട് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൻജിൻ ഫുള്ളായിട്ട് അഴിച്ചിട്ട് വേണം ചെയ്യാൻ. എൻജിൻ അഴിച്ച് ചെയ്ത് കഴിഞ്ഞാലും ഈ ഹീറോൻ്റെ ഈ മാസ്റ്റർ എഡ്ജ് വണ്ടി, ഡ്യൂറ്റ് വണ്ടി എത്ര ചെയ്ത് കഴിഞ്ഞാലും റിപ്പീറ്റ് ഈ കംപ്ലൈൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. തൽക്കാലം നമുക്ക് പുറമേന്ന് അലൈൻമെൻറ്റ് ഇടാം, അലൈൻമെൻറ്റ് ചെയ്തിട്ടിടാം. വീണ്ടും റിപ്പീറ്റ് കംപ്ലൈൻറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എൻജിൻ അഴിച്ചിട്ട് വേണം ചെയ്യാം. എൻജിൻ അഴിച്ചിട്ട് ലെയ്ത്ത് കൊടുത്തിട്ട് വേണം ചെയ്യാം. ലെയ്ത്ത് കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും നമുക്ക് കുറേ ഓടി കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ഈ കംപ്ലൈൻറ്റ് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഈ ഹീറോൻ്റെ ഈ മാസ്റ്റർ എഡ്ജ്, ഡ്യൂറ്റ് വണ്ടികൾക്ക് വരുന്ന മെയിൻ ഒരു കംപ്ലൈൻറ്റ്. തൽക്കാലം നമുക്ക് പുറമേ നിന്ന് അലൈൻമെൻറ്റ് ചെയ്തിടാമെന്ന് മാത്രം കേട്ടോ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ ഗിയർ ബോക്സിൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു ലീക്ക് സ്റ്റാർട്ടിംഗ് ആണ്. ഇപ്പോൾ നിലവിൽ അതിന് വേണ്ടി ചെയ്യണമെന്നില്ല. നമുക്ക് അടുത്ത സർവീസിനൊക്കെ കൂടുതൽ കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അഴിച്ച് ചെയ്താൽ മതി. ഇതിപ്പോൾ അഴിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു 120 ഓയിൽ വരുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ബെയറിങ് മാറ്റണം. ആ ഓയിൽസിനും മാറ്റിയിട്ട് വേണം ക്ലിയർ ചെയ്യണമെങ്കിൽ. ഇപ്പോൾ നിലവിൽ അതിന് മാത്രമല്ല ലീക്കൊന്നുമില്ല. ഇപ്പോൾ മെയിൻ കംപ്ലയിൻറ്റ് കാണിച്ചത് നമുക്ക് ആ ക്രാങ്കിൻ്റെ ഓയിൽ ചെയ്ത് പോയ കംപ്ലയിൻ്റ് ആയിരുന്നു. ക്രാങ്ക് ഔട്ടായിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് വിടാം. വീണ്ടും റിപ്പീറ്റ് ആ കംപ്ലയിൻറ്റ് കാണിക്കാൻ ചാൻസ് കൂടുതലാണ്. തൽക്കാലം പുറമേ നിന്നുള്ള വർക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ അത് ചെയ്ത് വരാനുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം മതി.